നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം മുന്നിൽ കണ്ട സംസ്ഥാന കോൺഗ്രസിൽ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല ചേരികളുടെ വടംവലി മുറുകയാണ്. എന്തിനാണെന്നറിയാം? മുഖ്യമന്ത്രി കസേരയ്ക്ക്. ആ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് സാമുദായിക സംഘടനകളുടെ പിന്തുണ പരമാവധി ഉറപ്പിക്കാനാണ് ഇവരുടെ മത്സരം. ചെന്നിത്തല മന്നൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന വേളയിലാണ് തിരുവനന്തപുരത്ത് വി.ഡി. സതീശൻ വാർത്താ സമ്മേളനം വിളിച്ചത്. എന്നിട്ട് എന്താ പറഞ്ഞേ? അനിൽ അംബാനിയുടെ കമ്പനിക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരള ഫിനാൻസ് കോർപ്പറേഷൻ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചത് ചട്ടവിരുദ്ധമാണെന്നും 101 കോടിയുടെ നഷ്ടമുണ്ടായെന്നുമായിരുന്നു സതീശന്റെ ആരോപണം. മന്നഞ്ചേരി സമ്മേളനത്തിൽ ചെന്നിത്തല സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കോൺഗ്രസ് എം.എൽ.എ. മാത്യു കുഴൽനാടൻ തലസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയത്. രണ്ടിനും തെരഞ്ഞെടുത്ത സമയം യാദൃച്ഛികമായിരുന്നില്ലെന്നും ചെന്നിത്തല പങ്കെടുത്ത പരിപാടിയുടെ രാഷ്ട്രീയ പ്രാധാന്യവും മാധ്യമ ശ്രദ്ധയും കുറയ്ക്കുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് ഉയർന്നു വരുന്ന ആക്ഷേപം. നമുക്കറിയാം, 2021 ചെന്നിത്തലയെ വെട്ടി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായതിന് പിന്നാലെ ഇരുവരും തമ്മിൽ നല്ല മത്സരമായിരുന്നു, ശീതസമരത്തിനായിരുന്നു. അന്നൊക്കെ സതീശന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് പിണറായി സർക്കാരിനെതിരെ ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം പതിവായിരുന്നു. സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള അഴിമതി കഥകൾ ചെന്നിത്തല പുറത്തു കൊണ്ടുവന്നു. അതോടെ രണ്ട് പ്രതിപക്ഷ നേതാക്കൾ എന്ന ധാരണയാണ് കോൺഗ്രസ് പാർട്ടിക്കാരുടെ ഇടയിലല്ല, സമൂഹത്തിൽ പരന്നത്. കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ പോലും അത് ആശയക്കുഴപ്പത്തിലാക്കി. NSS SNDP യോഗ നേതൃത്വങ്ങളുമായി അകന്നു കഴിഞ്ഞിരുന്ന സതീശൻ ഇതിനിടെ മുസ്ലിം സംഘടനകളും ക്രൈസ്തവ സംഘടനകളുമായി അടുത്തു. മാരാമൺ കൺവെൻഷനിലേക്ക് പോലും സതീശന് ക്ഷണം ലഭിച്ചു. പല ക്രൈസ്തവ സഭകളുടെയും പള്ളികളിൽ നിറസാന്നിധ്യമായി. ബൈബിൾ വചനങ്ങളൊക്കെ കോട്ട് ചെയ്തുള്ള സതീശന്റെ പ്രസംഗം അത് വിശ്വാസികളെ കയ്യിലെടുക്കുന്നതായിരുന്നു. ചെന്നിത്തലയെക്കാളും പെട്ടെന്ന് ക്രൈസ്തവരുടെ മനസ്സിൽ ഓടിക്കയറിയത് സതീശനാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം മത്സരം മുറുകുന്നതിനിടെയാണ് ഇക്കൊല്ലത്തെ മന്നംചേരി സമ്മേളനം നടക്കുന്നതും അതിലേക്ക് ചെന്നിത്തലയ്ക്ക് NSSന്റെ ക്ഷണം ലഭിച്ചതും. ഇതിനിടെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യം ചെന്നിത്തലയാണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിശേഷണവും ഉണ്ടായി. മലപ്പുറത്തെ സമസ്തയുടെ 2 പരിപാടികൾക്ക് ചെന്നിത്തലയ്ക്ക് ക്ഷണമുണ്ടായി. അതേസമയം സുകുമാരൻ നായരുടെ താക്കോൽ സ്ഥാന പരാമർശത്തെ തുടർന്ന് 10 വർഷമായി ചെന്നിത്തല NSSുമായി അകൽച്ചയിലായിരുന്നു. എന്നാൽ മന്നംചേരിയിലേക്ക് NSS ക്ഷണിച്ചതോടെ അതിന്റെ മഞ്ഞുരുകി. തനിക്ക് ലഭിച്ച ക്ഷണം വലിയ സൗഭാഗ്യമായി കരുതുന്നുവെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ചെന്നിത്തല NSSന്റെ പുത്രനാണെന്നായിരുന്നു സുകുമാരൻ നായർ തിരിച്ചടിച്ചത്. അടുത്ത താക്കോൽ സ്ഥാനം ചെന്നിത്തലയ്ക്ക് നൽകണമെന്ന് NSS ആവശ്യപ്പെടാമെന്നതിന്റെ സൂചനയാണിതെന്നും വ്യാഖ്യാനമുണ്ട്.